കണ്ണിലെ കെട്ടഴിച്ചു വിട്. കെട്ടഴിക്കാൻ മാഡം തന്നെ പറഞ്ഞു. അപ്പൊ എന്നെക്കൊണ്ട് കളയാനുള്ള പരിപാടിയല്ല. അമ്മ, ചേച്ചി, മോളെ പാറു, പാറു, നീതു, അമ്പാടി, ചേച്ചി, അമ്മ, പാറു, അമ്മയും ചേച്ചിയെ മാത്രം മതിയോ നിനക്ക്? ഞങ്ങളെ വേണ്ടേ? നീതു, അമ്പാടി, പിന്നെ വേണ്ടേ? നിങ്ങൾ ഞാൻ എപ്പോഴും ഓർക്കും. തോട്ടിൽ നിന്ന് തോർത്ത് വിരിച്ച് മീൻ പിടിച്ചതും കപ്പ മോഷ്ടിച്ച് ചുട്ട് തിന്നതും എല്ലാം എല്ലാം ഞാൻ എപ്പോഴും ഓർക്കും. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല, അച്ഛനില്ലാതെ നിങ്ങൾ ഇത്രയും ദൂരം അച്ഛനെ കൊണ്ട് എങ്ങനെയാ സമ്മതിപ്പിച്ചത്? നിന്നെ കാണണമെന്ന് ഇവള് പറയാൻ തുടങ്ങിയിട്ട് കുറെ ദിവസമായി. അച്ഛന് ഞങ്ങളുടെ കൂടെ വരാനുള്ള സമയമില്ല. അച്ഛനില്ലാതെ ഇവളെയും കൂട്ടി ഇത്രയും ദൂരം വരാനുള്ള ധൈര്യം എനിക്കില്ല. രാത്രി ബസ്സിൽ കയറിയിരുന്ന കാലത്ത് ഇവിടെ എത്തില്ലേ? ഞാൻ അമ്മയോട് പറഞ്ഞു, ഇന്നലെ കാലത്തും പറഞ്ഞു ടൗണിൽ പോയി നിന്നെ ഒന്ന് കാണണോന്ന്. നാളെ നിന്റെ പിറന്നാളല്ലേ? പക്ഷെ അമ്മ സമ്മതിച്ചില്ല. അപ്പഴാ വാടമ്മയുടെ ഫോണിൽ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. അച്ഛനെ കൊണ്ട് സമ്മതിപ്പിക്കാൻ ഞാൻ കുറെ പാടുപെട്ടു. പാറുവിനെ കണ്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോഴാ അച്ഛൻ സമ്മതിച്ചത്. അതും പാതി മനസ്സോടെ. മാഡം നിർബന്ധിച്ചോണ്ടാ അമ്മയെ സമ്മതിച്ചത്. മാഡം, പാറു, എന്തിനാ കരയുന്നേ? സന്തോഷിക്കല്ലേ വേണ്ടത്? അമ്മേ, ഇത് ഞങ്ങളുടെ മാഡം. മാഡം എന്ന് വിളിക്കുന്നതേ ഉള്ളൂ. അമ്മയെ പോലെ ഒരമ്മ തന്നെയാ. ഇവള് വീട്ടിലുണ്ടായിരുന്ന സമയത്ത് എനിക്ക് ഇവളെ വഴക്ക് പറയാനേ നേരം ഉണ്ടായിരുന്നുള്ളൂ. ഈ കുട്ടികളുടെ കൂടെ ഒരു ചുറ്റും നടക്കുകയായിരുന്നില്ലേ ഇവളുടെ പ്രധാന ജോലി. ഒരു കുടുംബത്തിന്റെ ഭാരം മുഴുവനും ഈ തലയിൽ വെച്ചു കൊടുക്കേണ്ടി വരുമെന്ന് അന്ന് ഞാൻ അറിഞ്ഞില്ല. അമ്മ അതെന്തിനാ ഇപ്പൊ പറയുന്നേ? പാറുവിന്റെ കൂടെ കുറച്ചു സമയം സന്തോഷത്തോടെ കഴിയാനല്ലേ നമ്മൾ ഇങ്ങോട്ട് വന്നത്. എന്നിട്ട് അമ്മ ഇവളെ കരയിക്കാൻ നോക്കണോ? ആരാ അവര്? സംസാരം കേട്ടിട്ട് മനസ്സിലായില്ലേ? പട്ടിക്കാട്ടുകാരിയുടെ അമ്മയും ചേച്ചിയും. ആ പിള്ളേരോ? എനിക്കെങ്ങനെ അറിയാം? ആ കണ്ണടയും കോലവും കണ്ടിട്ട് തെരുവ് സർക്കസുകാരെ പോലെയുണ്ട്. ചേച്ചി, ദേ, ഇവരെ മനസ്സിലായോ? ഇവരെ? ഇത് മീര. ശരിയല്ലേ? അത് ആയിഷ. അതെ. അത് ജെനിഫർ. ശരിയല്ലേ? കൈലാഷ് സാറിന്റെ കാറിലല്ലേ നിങ്ങൾ വന്നത്? കൈലാഷ് സാറിനെ പരിചയപ്പെട്ടോ? ഇത് പ്രിയൻ ചേട്ടൻ എന്റെ കൂടെ ജോലി ചെയ്യുന്നതാ, സൂപ്പർവൈസറാ. ഇദ്ദേഹത്തെ ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ. തീർന്നു. എന്റെ എല്ലാ കള്ളത്തരങ്ങളും പൊളിയാൻ പോവുക. അത് നിനക്ക് തോന്നിയതായിരിക്കും. ഒരാളെ പോലെ
7 പേരുണ്ടെന്നല്ലേ പറയാറ്? അതൊന്നും അല്ല അമ്മേ, ഇയാളെ തന്നെ ഞാൻ കണ്ടേ. ലക്ഷ്മി ചേച്ചി പറഞ്ഞത് ശരിയാ. ഈ ചേട്ടനെ ഞാനും കണ്ടിട്ടുണ്ട്. ചേട്ടൻ ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ടുണ്ടോ? ഏയ് ഇല്ല. എന്തൊരു ഓർമ്മശക്തിയായി ഈ നരുന്ന പെണ്ണിന്. പക്ഷെ ഞാൻ ഈ ചേട്ടനെ കണ്ടിട്ടുണ്ട്. ഞാനും കണ്ടിട്ടുണ്ട്. എവിടെ വെച്ചാ കണ്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല. എല്ലാരും കേറി വാ. മാഡം ഒരു മിനിറ്റ്. പാർവതി, അമ്മയോടും ചേച്ചിയോടും കുട്ടികളോടൊക്കെ വേഗം ഒന്ന് റെഡിയാവാൻ പറ. ഇവരിവിടെ ആദ്യമായിട്ടല്ലേ വരുന്നത്. അപ്പോ ടൗണൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം. ഞങ്ങളെ എല്ലായിടത്തും കൊണ്ടുപോകണമെന്ന് പാറുവിനോട് ഞങ്ങൾ പറയാൻ പോവായിരുന്നു. എങ്കിൽ വേഗം റെഡി ആയിക്കോ. പാർവതി റെഡിയാവ്. ഞാൻ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വരാം. പാറുവിനെയും വീട്ടുകാരെയും കൂട്ടി കറങ്ങാൻ പോണോന്ന് ഞാൻ പ്ലാൻ ചെയ്തതാ. കൈലാഷ് സാർ അത് കുളമാക്കി. വാ നമുക്ക് പോവാം. അകത്തേക്ക് വരും. ചേച്ചി ഞാൻ എടുക്കാം. വാ. എന്നാലും ഞാൻ ഇയാളെ എവിടെയാ കണ്ടേ? പ്രിയൻ, എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. എന്താ സാർ? കരുണാകരൻ സാറിന് ലീവാണെന്ന് പ്രിയൻ അറിയാലോ. ഞാനും അവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് പ്രിയൻ ഫുൾ ടൈം കമ്പനിയിലുണ്ടാവണം. കൈലാഷ് സാറിന്റെ പ്ലാൻ മൊത്തം കുളമാക്കും. പ്രിയൻ എന്തോന്നും പറയാത്തത്? ഓക്കെ സാർ, ഞാൻ ഫുൾ ടൈം കമ്പനിയിലുണ്ടാവും. താങ്ക് യു പ്രിയൻ. ഓക്കെ സാർ.